ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫുള്ള് കേൾക്കാൻ കഴിയുന്ന ഒരു വാർത്തയാണ് ജാസ്മിൻ ഗബ്രി രണ്ടുപേരും അടിച്ചു പിരിഞ്ഞു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്, അവർ രണ്ടുപേരും ബിഗ് ബോസ് സീസൺ 6 ഉള്ള കണ്ടസ്റ്റൻസ് ആയിരുന്നു രണ്ടുപേരും. അതിൽ വെച്ച് ഭയങ്കര ഒരു വിവാദമൊക്കെ ആയ കാര്യങ്ങളൊക്കെയാണ്. ഗബ്രി ഔട്ടായി വെളിയിലോട്ട് ഇറങ്ങണ സമയത്ത്, ഔട്ടാവുന്ന സമയത്ത് ജാസ്മിനെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഗബ്രി എന്ന് പറഞ്ഞുകൊണ്ട് അയ്യോ എന്തെല്ലാം കാണിച്ചു കൂട്ടുന്നുണ്ട്. എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല ഗബ്രി, ഞാനിനി എന്ത് ചെയ്യും ഗബ്രി, ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവസാനം വീട്ടുകാർ ഓരോന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അതിനൊക്കെ ശേഷം ഒത്തിരി ഒരിതായി. പിന്നെ അതിനുശേഷം വെളിയിലിറങ്ങിയിട്ട് വീണ്ടും അവർ നല്ല ഫ്രണ്ട്ഷിപ്പ് പോലെയൊക്കെ വന്നു. പല ഇതിലും അവർ മീഡിയയുടെ മുന്നിലും ഇൻ്റർവ്യൂ കൊടുത്തു. ആ ഇൻ്റർവ്യൂവിലൊക്കെ അവർ ഓരോന്ന് പറയുന്നുണ്ട്. ജാസ്മിന് ഗബ്രിയെ കണ്ടുമുട്ടുന്നതിന് മുൻപ് ജാസ്മിൻ തന്നെ പല സ്ഥലങ്ങളിലും പറയുന്നു 3-4 റിലേഷനൊക്കെ ഉണ്ടായിരുന്നു എന്ന്. അപ്പം ഒരു പുള്ളിക്കാരൻ അതാര് മുന്നാക്കയുമായിട്ട് മുന്നാക്ക അന്തരം മുന്നാക്കയായിക്കൊണ്ടോട്ട്. അപ്പം മുന്നാക്കയായിട്ട് റിലേഷനിലായിരുന്ന സമയത്തുള്ള ആ ഒരു ഇതൊന്നും. ഹലോ മുന്നക്ക, ഞാൻ ഇവിടെ മറ്റേ ജാങ്കോ സ്പേസിൻ്റെ ഇൻ്റർവ്യൂവിൽ വന്നില്ലായിരുന്നോ? ഇവിടെ വന്നിട്ട് ഒരു ചെറുക്കൻ്റെ അടുത്ത് ഇങ്ങനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞാൽ കണ്ടില്ലോ എന്ന് ചോദിച്ചു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു കുഴപ്പമില്ല, സാരമൊന്നുമില്ല, എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന്. ഭയങ്കര ശല്യം. തിരിച്ച് പ്രേമെന്നൊക്കെ പറയുന്നത് മോശമല്ലേ? ഭയങ്കര ശല്യം ബേബി, ഭയങ്കര ശല്യം ബേബി. അത് മുന്നാക്കായുമായിട്ട് റിലേഷനിലിരിക്കുന്ന സമയത്താണ്. പിന്നെ അതിനുശേഷം എവിടെ വെച്ചൊരു കല്യാണ സഭയിലോ അങ്ങനെ എങ്ങാണ്ട് വെച്ചിട്ടാണ് വേറൊരു പയ്യനുമായിട്ട് കണക്ഷനാവുന്നു. അത് അഫ്സൽ എന്ന് പറഞ്ഞ പയ്യൻ. ആ പയ്യനിപ്പോൾ കല്യാണമൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു. അഫ്സലിന് വേണ്ടാന്ന് പറഞ്ഞു. ഇതുപോലെ കപ്രി ആയിട്ടുള്ള ബിഗ് ബോസ് ഹൗസിനകത്തുള്ള ലീലാവിലാസങ്ങൾ അങ്ങനെയൊക്കെയുള്ള രംഗങ്ങളൊക്കെ കണ്ടുകൊണ്ട് അഫ്സൽ വേണ്ട എന്ന് പറഞ്ഞു ഉപേക്ഷിക്കണത്. അത് എൻഗേജ്മെൻ്റൊക്കെ കഴിഞ്ഞതായിരുന്നു. അറിയുന്നത് ഹേദിക്കറിയാം, പിന്നെ ആ കല്യാണത്തിന് വന്ന ഗംഗ, ഇവർക്ക് എല്ലാവർക്കും അറിയുന്ന കുറേ പേർക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ മുന്നേ പറ്റി ഞാൻ പറയാം. എനിക്ക് വളരെ നല്ലോണം അറിയുന്ന ഒരാളാണ്. മുന്നേടെ നിന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റിയത്. ഇതുവരെ എനിക്ക് അറിയില്ലായിരുന്നു. അത് ഈ മുന്നേ ആയിട്ട് ജാസ്മിൻ ജാഫർ റിലേഷനിലായിരിക്കുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ മുന്നാക്ക അഫ്സലിൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ പിന്നെ പറഞ്ഞു കൊടുത്ത്. അപ്പോഴും മുന്നാക്കാരെന്ന് അഫ്സലിൻ്റെ അടുത്തോട്ട് പോയി. അങ്ങനെ പക്ഷെ അത് മറച്ചു വെച്ചായിരുന്നു. അതും എൻ്റെ അടുത്ത് കുറേ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇപ്പം മെയിൻ സാധനം പറയാം. മുന്ന ജാസ്മിൻ എന്നുള്ളൊരു റിലേഷൻഷിപ്പ് നമ്മളെല്ലാവരും കാണുമ്പോൾ, ഇല്ലെങ്കിൽ ആ കല്യാണത്തിന് വന്ന ആൾക്കാർ കാണുമ്പോൾ വളരെ ടോക്സിക്, വളരെയധികം എന്താ പറയുക, എല്ലാം ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ചുമ്മാ വിളിച്ച് ശല്യം ചെയ്യുന്നു, അങ്ങനത്തെ ഒരാളാണ് നമ്മൾ, അല്ലെങ്കിൽ നമ്മളെ മുമ്പിൽ പോർട്രേ ചെയ്ത മുന്ന എന്ന് പറയുന്നത് അങ്ങനെയാണ്. പലപ്പോഴും നമുക്ക് എല്ലാവർക്കും, ഇപ്പം ഞാനായാലും അസ്ലായാലും ഗംഗയായാലും ഹീദി ആയാലും നമുക്ക് വളരെ സിമ്പതി തോന്നിയിട്ടുണ്ട് ജാസ്മിൻ്റെ അടുത്ത്. കാരണം എന്ന് പറഞ്ഞാൽ എന്തിനിങ്ങനെ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു. പുള്ളിക്കാരൻ വളരെ പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഒരു മനുഷ്യനാണ്. പുള്ളിക്കാരൻ അത്രയും. ഇപ്പം ഞാൻ പലപ്പോഴും ജാസ്മിൻ പറയുന്നുണ്ട് അങ്ങനെയാണ് മുന്നേ അങ്ങനെയാണ്. പക്ഷെ നമ്മളുടെ മുമ്പിൽ കാണിച്ചിട്ട് മുന്നേ വളരെ അപ്പം അവൻ്റെ കാര്യം അഫ്സൽ മുന്നേ ആയിട്ട് തെറ്റിയപ്പോൾ ജാസ്മിൻ അഫ്സലിൻ്റെ അടുത്ത് നിന്ന് ഓരോന്ന് പറയുമായിരുന്നു മുന്നേരെ കാര്യം. ഇതൊക്കെ പറഞ്ഞിട്ട് ഈ ടോക്സിക് ആണ്, ഭയങ്കര അതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയും എനിക്ക് മുന്നേ ഇല്ലാതെ പറ്റില്ല എന്ന് പറയുന്ന ആളാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എന്തിനാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെന്നെ കൊണ്ട് കുറെ സഹായിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലൈഫ് സ്റ്റോറി ഭയങ്കരമാണ്. അത് കുറെ കാര്യങ്ങൾ. എന്നാലും ഈ അഫ്സലിന് പറഞ്ഞുകൂടായിരുന്ന മുന്നേ ആയിട്ട് റിലേഷനിലിരുന്ന് അവർ കല്യാണം കഴിക്കുന്നൊക്കെ ആയതാണ്. അപ്പൊ പറയാറുന്നല്ലോ ഇത് ശരിയല്ല, നീ എൻ്റെ കൂടെ വരണത് ശരിയല്ല എന്ന് പറയണ്ടായിരുന്നോ? പറഞ്ഞാൽ എന്തോ അറിയാൻ വയ്യാട്ടാ. ഇനിയിപ്പോൾ മുന്നേടതും എൻ്റെതും
എങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പിലോട്ട് മാറി എൻ്റെതിലോട്ട് വരുന്നത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ അസ്ലയുടെ കല്യാണത്തിന് 2 ദിവസം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് രാത്രി എല്ലാവരും ഇരിക്കുമ്പോൾ തമാശയ്ക്ക് എല്ലാവരും ഇരിക്കുന്നത് ചുമ്മാ തമാശയ്ക്ക് അസ്ല എടുത്തും ഇതൊക്കെ എല്ലാവരും ഇരിപ്പുണ്ട്. അവിടെ ജാസ്മിൻ പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്, മുന്നക്ക ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അഫ്സലാക്കി കല്യാണം കഴിച്ചു. ഞാനും ആ സമയത്ത് പൊളിച്ച് അസ്ലാമാർലിയുടെ കല്യാണത്തിൻ്റെ എന്ന് പറയുന്നത് മുന്നാക്ക ഇല്ലായിരുന്നു. അപ്പോഴ് അഫ്സലിനെ കണ്ട അവിടെ വെച്ച് അപ്പോഴ് ഉടനെ അങ്ങോട്ട് തോന്നി, അഫ്സലിൻ്റെ അടുത്ത് ചാഞ്ചാട്ടം തോന്നി. അങ്ങനെ പറഞ്ഞു മുന്നാക്കായെ ഞാൻ കാണാതെ ഇരുന്നിരുന്നെങ്കിൽ അഫ്സലിനെ കല്യാണം കഴിച്ചനായിരുന്നു അഫ്സലിക്കായ എന്ന് പറഞ്ഞാൽ ഞാൻ വിട്ടതേ ഉള്ളൂ. പക്ഷെ അത് ഇതിന്റെ പിറകെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ ആ സമയം കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും കാണുന്നത്, നമ്മൾ ഇപ്പം ഞാൻ മാത്രമല്ല, ഞാൻ വെറുതെ വന്ന് പറയുന്നതല്ല, നിങ്ങൾക്ക് ആരുടെ വേണം ആ കല്യാണത്തിനുണ്ടാകുന്ന ആ ഗ്രൂപ്പിൻ്റെ അടുത്ത് ആരുടെ വേണം ചോദിക്കാം. എന്നും ഇവർ അടിയാണ്, എന്നും അടിയാണ്. നീ പോടെ. ജാസ്മിൻ പല സ്ഥലങ്ങളിൽ പറഞ്ഞു എനിക്ക് ഒരുപാട് 3-4 പ്രണയം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഇനി ജാസ്മിനും കപ്രിയും കൂടെ ഇരുന്ന് പറയണേ. ഫ്രീഡമാണ് അവരെന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെയാണ് 2 ഇൻഡിവിജ്വലിന്റെ കാര്യം. നിങ്ങളിപ്പോ പ്രേമിക്കണം, നിങ്ങളിപ്പോ കല്യാണം കഴിക്കണം, നിങ്ങളിപ്പോ അടിച്ചു പിരിയണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രാക്ടിക്കലി മറ്റൊരാൾക്ക് തീരുമാനിക്കേണ്ട കാര്യമല്ല. ദിസ് ഇസ് സ്ട്രിക്ട്ലി ബിറ്റ്വീൻ. ഓ യവന് പറഞ്ഞു കൊടുത്തൂടായിരുന്ന ഈ ചപ്രിക്ക്. എടാ ചപ്രി, നീ പറഞ്ഞു കൊടുക്കണ്ടായിരുന്ന ജാസ്മിൻ്റെ അടുത്ത്, നിന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്തും ഇങ്ങനെ ഇതുപോലുള്ള കോലാഹലങ്ങളൊക്കെ കാണിക്കുമ്പോൾ നിനക്ക് പറയണ്ടായിരുന്നോ? നീ എന്തുകൊണ്ട് മുന്നേ കളഞ്ഞു, എന്തുകൊണ്ട് അഫ്സലിനെ കളഞ്ഞു എന്നൊക്കെ ചോദിക്കാത്തത്? അപ്പം ആക്ച്വലി ഞങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ എടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഫൈനലി നമ്മളപ്പോ ക്ലാരിറ്റി ഇല്ലായ്മയാണ്, എന്റെ ക്ലാരിറ്റി ബോർഡർ മാറ്റിയിട്ട് ക്ലാരിറ്റി തരുവാണ്. ഇതാണ് ഞങ്ങളുടെ ക്ലാരിറ്റി. ലെറ്റ്സ് ബി റിയൽ, ലെറ്റ്സ് ബി വെരി റിയൽ അബൌട്ട് ദിസ്. ഞങ്ങൾ തമ്മിൽ ബിഗ് ബോസിൽ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ അത്ര അടുക്കുമോ എന്ന് പോലും പ്രതീക്ഷയില്ലാത്ത 2 ആളുകളാണ്. പക്ഷെ ഫസ്റ്റ് ഡേ സംസാരിച്ച സമയത്ത് എനിക്ക് ജാസ്മിനെ ഭയങ്കര ഒരു ബോണ്ട് ഫീൽ ചെയ്തു. അതായത് എനിക്ക് നമ്മൾ വൈബ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അതായത് സിമിലർ മെന്റാലിറ്റികൾ, അല്ലെങ്കിൽ എനിക്ക് ജാസ്മിൻ പെട്ടെന്ന് അടുക്കും, അതാണ് മറ്റേ 2 പേരെടുത്തും പെട്ടെന്ന് അടുത്തത്. ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഒരാളെന്നുള്ള രീതിയിൽ, അതും ഒരു കോമ്പറ്റീറ്റീവ് ഏരിയയിൽ നിൽക്കുമ്പോൾ. ഇപ്പൊ ബിഗ് ബോസ് പറയുന്നത് ഒരു കോമ്പറ്റീഷൻ ആണ്. ആ കോമ്പറ്റീറ്റീവ് സ്പിരിറ്റിൽ നിൽക്കുന്ന സമയത്ത് നമ്മളോട് ഒരു ഇത്തിരി സഹതാപത്തോടെ അല്ലെങ്കിൽ സ്നേഹത്തോടെ പെരുമാറാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്ന ആളുകളാണ് നമ്മൾ. നമുക്ക് ഇവരെ സ്നേഹിക്കാം, ഇവരോട് നമുക്ക് ഇത് കൊടുക്കാം എന്നുള്ള നമുക്ക് തോന്നുന്ന വളരെ കുറച്ച് പേരോട് നമുക്ക് തോന്നുള്ളൂ. ഓക്കെ, അവിടെ എനിക്ക് ജാസ്മിനോട് തോന്നിയിട്ടുള്ളത്, എനിക്ക് ആരെടുത്ത് തോന്നാത്തത് ചപ്രിക്ക് എല്ലാവരുടെ അടുത്തും തോന്നുമെന്ന് മനസ്സിലായി. പല സീനുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു അടുപ്പമാണ്, അതായത് ഒരു അക്വൈന്റൻസസ് എന്ന് പറയാം. അതിനുശേഷം പിന്നെ നമ്മൾ പതുക്കെ ഓരോ ഗെയിമുകൾ കഴിയുന്തോറും ഷോ നമ്മളെ അടുപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. അത് വേറൊരു സത്യം. അതായത് ഷോന്റെ ഗെയിമുകൾ കഴിയും തോറും ഞങ്ങളങ്ങ് അടുത്തടുത്ത് വന്നു, അടുത്തടുത്ത് പിന്നെ വന്നിട്ട് പിന്നെ അവിടെ കാണിക്കുന്ന രംഗമൊന്നും പറയണ്ട, പിന്നെ കിസ് കൊടുക്കുന്നുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ടോയ്ലറ്റിനകത്ത് കയറുന്നുണ്ട്. അപ്പം ബിഗ് ബോസ് വിളിച്ച് പറയുന്നുണ്ട് വെളിയിലോട്ട് ഇറങ്ങാൻ. അതിനകത്ത് ഡ്രസ്സിങ് റൂമിൽ കയറരുത്, അവിടെ നിന്ന് വെളിയിൽ ഇറങ്ങാൻ 2 പേരെടുത്തും പറയണ്. നെറേറ്റീവിൽ നമ്മൾ 2 പേരെയും ക്ലോസർ ആക്കി കൊണ്ടുവരാനായിട്ട് ഷോ നാച്ചുറലി ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് എന്നല്ല കേട്ടോ. നാച്ചുറലി അൺനാച്ചുറലി പ്ലാൻ ഇതൊന്നും അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ there was a lot of instances ചിലപ്പോൾ ദൈവം തീരുമാനിച്ചതായിരിക്കും. ഇതിപ്പം സ്ക്രിപ്റ്റ് അല്ല എന്ന് ഞാൻ പറഞ്ഞു. ഇത് എങ്ങനെയാണ് നരേഷൻ വരുന്നത് എന്നുള്ളിടത്താണ് ക്വസ്റ്റ്യൻ വരുന്നത്. നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരു വഴിയുണ്ട്, ആ വഴിയിലൂടെ നമുക്ക് വളഞ്ഞും പൊളഞ്ഞും പോവാം, നേരെ പോവാം, എങ്ങനെ വേണമെങ്കിലും പോവാം. വളഞ്ഞും പൊളഞ്ഞും ഒക്കെ പോയത് നമ്മൾ കണ്ടടേ. വളഞ്ഞും പോയ രംഗങ്ങളാണ് കണ്ടത്. 3ാമത്തത് 2 പേരെ ആക്കിയിട്ടാണ് ഇപ്പൊ 3ാമത്തതിലോട്ട് വന്നത് നമ്മളെ ചപ്രി ചേട്ടൻ്റെ. പക്ഷെ ആ വഴി അത് അവര് വെട്ടുന്നതാണ്. ആ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ആ വഴിയിലൂടെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പോവാം. അതാണ് നരേഷൻ വരിക. അപ്പം അപ്പൊ എനിക്ക് ഇവനോടും ആദ്യമേ സത്യം പറഞ്ഞു 3 വഴിയിൽ പോകേണ്ട ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ 2 പേരെയും ഒരു വഴി തന്നെ പോണ രീതിയിൽ ചിലപ്പോൾ ദൈവമായിട്ടോ ഷോ ആയിട്ടോ ക്രിയേറ്റേഴ്സ് ആയിട്ടോ എങ്ങനെയെങ്കിലും നമ്മൾ അങ്ങനെ എത്തിക്കും. പിന്നെ ദൈവമായിട്ട് എനിക്ക് ദൈവമായി കൊണ്ടുവന്ന ഒരു കൈയായിരുന്നു ഇവൻ. പിന്നെ ഓൾറെഡി കുറെ കോയിൻസിഡൻസസ് ഉണ്ട്. ശരിയാണ്, ദൈവമായിട്ട് കൊണ്ടുവന്നതാണ് കപ്രിച്ചേട്ടനാ. അച്ചോ, ദൈവമായിട്ട് കൊണ്ടുവന്ന് അവിടെ എത്തിച്ച് ജാസ്മിൻ്റെ മുന്നിൽ. എത്രയോ പേര് പരിചയമുള്ളവരുണ്ടായിരുന്നു, പക്ഷേ
എന്തോ പെട്ടെന്ന് അവർ തങ്ങളിൽ അങ്ങ് അടുക്കുകയാണ്. ഗബ്രി ഔട്ടായി പോയതിന് ശേഷമൊക്കെ ജാസ്മിൻ അവിടെ ഒരുപാട് ബഹളം കാണിച്ച്. അതുപോലെ ഗബ്രിയും അവർ വാഴയിലയിലൊക്കെ എഴുതിയൊക്കെ വെച്ച് ഗബ്രിയുടെ പടം ജാസ്മിന് വരച്ചു വയ്ക്കുകയോ എഴുതോ എന്തൊക്കെയോ ചെയ്ത്. ആദ്യത്തെ സിനിമയിലെ എന്റെ നായികയുടെ ക്യാരക്ടറിന്റെ പേര് ജാസ്മിൻ എന്നാണ്. പിന്നെ നമ്മൾ രണ്ടുപേരും മാത്രമാണ് ഈ പറയുന്ന ബിഗ് ബോസിലെ ഷോയില് ഓഡിഷന് രണ്ടുപേരുള്ളൂ. മിണ്ടിയിട്ടില്ല, സംസാരിച്ചിട്ടില്ല, തമ്മിൽ അറിയില്ല. എനിക്കിവനെ ആരാന്ന് പോലും അറിയില്ല. പക്ഷെ കണ്ടിട്ടുള്ള മീൻസ് ഒരേ ആൾക്കാർ നമ്മളാണ്. അപ്പൊ അങ്ങനെ കുറെ കോയിൻസിഡൻസ് പേരും മഴയാണ്. അപ്പൊ കുറെ കോയിൻസിഡൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഫാൻ പേജുകൾ ചെക്ക് ചെയ്ത് അറിയാം. അവര് കുറെ കോയിൻസിഡൻസ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ നമ്മൾ ഫ്രണ്ട്സ് ആയി. കാരണം നമ്മൾ വൈബയാണ്, നല്ല രീതിയിൽ നമ്മൾ പാട്ടുകൾ എൻജോയ് ചെയ്യുന്നു, ഡാൻസ് കളിക്കുന്നു, അവിടെ നിന്ന് സംസാരിക്കുന്നു. ഞാൻ രാത്രി ഉറങ്ങാത്ത ഒരാളാണ്, ഇവനും രാത്രി അങ്ങനെ ഉറങ്ങാത്ത ഒരാളാണ്. ഞാൻ ഭയങ്കര നൈറ്റ് ഓളാണ്. പക്ഷേ ഇവര് രണ്ടുപേരും ഇരിക്കുന്ന സ്ഥലത്ത് ആ ബിഗ് ബോസ് ഹൗസിനകത്ത് ആ സീസണിൽ ഇവരെ കൂടെ ഉള്ള ഒരു ബാക്കി ആരും ഇവരിയ്ക്കുന്ന സ്ഥലത്തോട്ട് വരികയോ അവരെ ശല്യം ചെയ്യാനോ പോവുകയില്ല. പക്ഷേ അവർക്കെല്ലാവർക്കും ഭയങ്കര ഡൗട്ടായിരുന്നു, ഇതെന്തോന്ന് ഇവർ കാണിക്കണത്, മടി കിടക്കണ്, കെട്ടിപ്പിടിക്കണ്, മുത്തം കൊടുക്കണ്, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. അവർ ലവ് സ്ട്രാറ്റർജി പിടിച്ചതാണ് എന്ന് ചിലയിടത്ത് പറഞ്ഞെങ്കിലും സ്ട്രാറ്റർജി കയറി അങ്ങ് മറ്റേ വേറൊരു ലെവലിലേക്ക് പോയി. അവസാനം ജാസ്മിനെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായി. ജാസ്മിന് ഗബ്രിയെ വിടാൻ പറ്റണില്ല. ഇത് മൊത്തത്തിൽ സംസാര വിഷയമായി. കമൻറ്റുകളും അങ്ങനെ വെളിയിൽ സംസാര വിഷയം തന്നെയായി. അത് വീട്ടുകാരെ കൊണ്ട് പറ്റാതെയായി. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് അവർ ബിഗ് ബോസ് ഹൗസിൽ ഫാമിലി വീക്കിൽ അവർ പോയ സമയത്തൊക്കെ ജാസ്മിന് ഒരുപാട് ഉപദേശങ്ങളൊക്കെ കൊടുത്ത് പിന്നെ ഒത്തിരി ഒന്ന് അകലം പാലിച്ചു. അപ്പോഴൊക്കെ പിന്നെ അതിന് ശേഷമൊക്കെ ഗബ്രിയൊക്കെ ഔട്ടായി പോയായിരുന്നു. അന്നൊക്കെ കാണിച്ച നാടകമൊന്നും പറയണ്ട. ജാസ്മിൻ എന്തൊക്കെയാണ് അവിടെ കാണിച്ച എല്ലായിടത്തും എറിയുന്നുണ്ട്. അതൊന്നും പറയണ്ട. ആൾക്കാരുടെ ഒരു കാഴ്ചപ്പാടിലെന്ന് പറഞ്ഞാൽ രാത്രി ഇരുട്ടത്തി ഇവര് രണ്ടും മാത്രം അതൊന്ന് പോരാത്തന്നെ. ഞങ്ങൾക്ക് രാത്രി ഇല്ല, ഞങ്ങൾക്ക് അവിടെ പകലാണ്. രാത്രി പകൽ എന്നുള്ള വ്യത്യാസം. സമയം അറിയില്ല, എത്ര മണിയാണെന്ന് അറിയില്ല, 11 മണിയാണോ 3 മണിയാണോ നമുക്കറിയില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് ഉറങ്ങാതിരുന്നതിന്റെ വേറൊരു റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ഒറ്റയ്ക്ക് കിടന്നുറങ്ങുന്ന ശീലിച്ചിട്ടുള്ള ഒരാളാണ്. എനിക്ക് എൻ്റെ മുറിയിൽ എൻ്റെ സ്വന്തം ബെഡിൽ കിടന്നുറങ്ങുമ്പോഴാണ് ഏറ്റവും നല്ല സ്ലീപ്പ് കിട്ടുന്നത്. അങ്ങനത്തെ സിറ്റുവേഷനിൽ തന്നെ പെട്ടെന്ന് വേറൊരു കുറെ ആളുകളുടെ കൂടെ ഫോഴ്സ്ഫുള്ളി കിടന്നുറങ്ങേണ്ട ഒരു അവസ്ഥ വരുന്ന സമയത്ത് എനിക്ക് കൂർക്കമ്പലി പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് വേറെ നോയ്സുകൾ പറ്റില്ല. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം, ഇവർക്ക് ഉറക്കമില്ലായിരുന്നു. ബിഗ് ബോസ് ഹൗസിനകത്ത് ഇവർ ഉറങ്ങൂല. പിന്നെ അവസാനം കപ്പറിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. പിന്നെ ജാസ്മിൻ്റെ അടുത്താണ് ഇരിക്കാൻ കിടക്കുകയൊക്കെ ചെയ്യണത്. അല്ലെങ്കിൽ വിചാരിക്കണം ഒരു പെങ്കൊച്ചിന് അതിൻ്റെ നിശ്ചയമൊക്കെ കഴിഞ്ഞ് വെച്ചിരിക്കണതാണ് എന്ന് ഗബ്രി വിചാരിച്ചില്ല. പിന്നെ ഇവിടെ അതിനുശേഷം അഫ്സലിന് വേണ്ട, ഗബ്രി ഈ ജാസ്മിനുമായിട്ട് കാണിച്ചു കൂട്ടുന്ന പ്രവർത്തികൾ കണ്ടുകൊണ്ട് അഫ്സലിന് വേണ്ടെന്നായി. പിന്നെ അഫ്സൽ ഒഴിവാക്കി. ചെറുക്ക അങ്ങനെ നമ്മളെ ജാസ്മി കൊച്ചിൻ്റെ കയ്യിൽ ഇങ്ങനെ തുടങ്ങിയിട്ടൊരു നുള്ളു കൊടുത്തെന്നു. ചൊപ്പൻ്റെ കാര്യം. കപ്രിയും ജാസ്മിനും തമ്മിൽ ഇപ്പം അടിച്ചു പിരിഞ്ഞു എന്നാണ് കേൾക്കണത്. ഇൻസ്റ്റയിൽ നിന്നൊക്കെ അൺഫോളോ ചെയ്തെന്നോ എല്ലാം അവർ തങ്ങളിലിപ്പോൾ ഒരു കണക്ഷൻ ഇല്ല, ബ്ലോക്ക് ചെയ്തെന്നോ എന്നൊക്കെയാണ് പറയണത്. കപ്രിയുടെ കല്യാണമൊക്കെ ആയെന്നുള്ള ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. ഇല്ല, ഭയങ്കര ഇതിൽ ഫ്രണ്ട്ഷിപ്പായിരുന്നാലും അല്ലായിരുന്നാൽ തന്നെ നല്ല ഇതിലിരുന്ന അവളെ കൊണ്ട് ജാസ്മിനിൽ നിന്നും നല്ലതുപോലെ മുതലെടുത്തു. അതുപോലെ തന്നെ ആൽബത്തിലൊക്കെ അവർ രണ്ടുപേരും അഭിനയിച്ചു. പിന്നെ അവർ ഒരുപാട് സ്ഥലങ്ങളിൽ ടൂർ പോയി, ഒരുപാട് സ്ഥലങ്ങളിൽ പോയായിരുന്നു രണ്ടുപേരും ഒരുമിച്ച്. ഇങ്ങനെയൊക്കെ മുതലെടുത്തതിന് ശേഷം അവസാനം ഈ കൊപ്രി കറിയിലിട്ട കരിയപ്പല പോലെ അങ്ങ് ജാസ്മിനെ വലിച്ചെറിയാണ് ചെയ്തത്. ശരിയാണോ അങ്ങനെ ചെയ്തത്?